വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സ്കൂളിലേക്ക് വരാമെന്ന് പ്രിൻസിപ്പലിനോട് ശാലിനി സമ്മതിക്കുന്നുണ്ട്. ഇതേസമയം സത്യഭാമയാണെങ്കിൽ കാറിൽ വരുന്നുണ്ട്. വിഷ്ണുവാണ് കൊണ്ടുവരുന്നത്. പപ്പിയാണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. ആകെ വിഷമിച്ച് ഇങ്ങനെ പപ്പി ഇരിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഭാമയും പപ്പിയും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം പപ്പിയെ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് ചിരിച്ച് കാണിക്കുകയാണ്, ഒന്നുമില്ല പേടിക്കണ്ടെന്നൊക്കെ. അന്നേരം പപ്പി ഇങ്ങനെ ചിരിച്ച് കാട്ടുന്നുണ്ട്. അതൊക്കെ ഭാമ ശ്രദ്ധിച്ച് ഇങ്ങനെ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. അതേസമയം ശാലിനിയും സ്കൂളിലേക്ക് വരുന്നത് കാണിക്കുകയാണ്. സ്കൂളിലാണെങ്കിൽ സത്യ അവിടെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. പപ്പി വരുന്നത് നോക്കി സത്യ കാത്തിരിക്കുകയാണ്. ഇതേസമയം സത്യഭാമയും വിഷ്ണുവും പപ്പിയും കൂടി തുടർന്ന് സ്കൂളിലെത്തുകയാണ്. അന്നേരം സത്യയാണെങ്കിൽ അവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പപ്പി കാറിൽ നിന്നിറങ്ങി അവിടെ ഇരിക്കുന്ന സത്യയെ കാണുന്നുണ്ട്. അന്നേരം സത്യയെന്നും പറഞ്ഞ് ഓടി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ ഇങ്ങനെ തടയുകയാണ് പപ്പിയെ, പോകണ്ടെന്ന്. അന്നേരം അമ്മ കുഞ്ഞുങ്ങളല്ലേ, അവരെ പിണക്കാതെ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമല്ലല്ലോ ഇവർ ചെയ്തത്, അതുകൊണ്ട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം സത്യയാണെങ്കിൽ ആ തിണ്ണയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ വന്നേന്ന് ഇങ്ങനെ ഭാമ വിളിക്കുകയാണ്. അന്നേരം സത്യ ബാഗൊക്കെ എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ, ഇനി നിന്റെ നിഴൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ മേൽ വീഴാനായിട്ട് പാടില്ല. നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ ഇടപഴകുകയോ കൂട്ടുകൂടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആദ്യം സത്യം ഉണ്ടാകുന്നതിന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലായെന്ന് ഒന്നുകൂടി എടുത്ത് ചോദിക്കുമ്പോൾ മനസ്സിലായി കേട്ടു എന്നിങ്ങനെ പറയുകയാണ്. എങ്കിൽ അതങ്ങോട്ട് വാ തുറന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കൊച്ചു കുഞ്ഞിനെ അങ്ങ് വലിയ ആൾക്കാരെയൊക്കെ വഴക്ക് പറയുന്നത് പോലെ മോശമായിട്ട് ഒരുപാട് അങ്ങ് കുഞ്ഞു മനസ്സാണ് എന്നുപോലും ചിന്തിക്കാതെ ഭാമയങ്ങ് വഴക്ക് അഹങ്കാരത്തോടു കൂടി വഴക്ക് പറയുകയാണ്. പപ്പിയാണെങ്കിൽ ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. വിഷ്ണുവിനാണെങ്കിൽ ഒന്നും പറയാനും വയ്യ, അമ്മയെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും മൈൻഡ് ചെയ്യാനായിട്ട്. തുടർന്ന് മിസ് അങ്ങോട്ട് വരുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്, നമസ്കാരം പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ നമസ്കാരം സ്വീകരിക്കാനൊന്നുമല്ല ഞാൻ വന്നത്, ഇവളുടെ ഈ സത്യയുടെ പാരൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രിൻസിപ്പൾ മാഡത്തെ സത്യാമ്മയെ കാത്ത് വരാന്തയിൽ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോളണം, ഇവരെ രണ്ടുപേരും തമ്മിൽ ഇനി ഇടപഴകാനോ കൂട്ടുകൂടാനോ പാടില്ല. അത് മിസ്സിൻ്റെ മാത്രമല്ല സ്കൂളിൻ്റെ മൊത്തം ബാധ്യതയാണ്. ഈ സ്കൂളിനി നടക്കണ്ടേ മിസ്സേ, കൂടെ മിസ്സിൻ്റെ വീടും നടക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഭീഷണി സ്വരത്തിൽ ചോദിക്കുകയാണ്. അന്നേരം മിസ്സൊക്കെ ആണെങ്കിൽ പേടിച്ച പോലെ ഇങ്ങനെ സത്യഭാമയുടെ മുന്നിൽ നിൽക്കുകയാണ്. വിഷ്ണുവിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വിഷ്ണു രണ്ട് കുട്ടികളെ ഇങ്ങനെ മാറി മാറി നോക്കി നിൽക്കുകയാണ്. രണ്ടുപേരുടെയും മുഖത്ത് ആകെ അങ്ങ് വിഷമം തളം കെട്ടി നിൽക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് പോകാം എന്നിങ്ങനെ പറഞ്ഞ് ഭാമ അങ്ങ് നടക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയുന്നുണ്ട് പത്മിനിയെ. സത്യയുടെ കാര്യമൊന്നും പറയുന്നില്ല. സത്യ ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങ് ഭാമ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ഭാമയാണെങ്കിൽ പ്രിൻസിപ്പലിനെ കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ പപ്പിയും സത്യയും നോക്കിയിട്ട് കണ്ണടച്ച് കാണിച്ചിട്ട് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കൂടെ പോവുകയാണ്. തുടർന്ന് മിസ്സാണെങ്കിൽ ഈ രണ്ട് കുട്ടികളെയും ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ വണ്ടി, ജില്ലാ കളക്ടർ ബോർഡ് വെച്ച വണ്ടി സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ഡോറ് തുറന്നിറങ്ങിയിട്ട് സ്കൂൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് പ്രിൻസിപ്പലിൻ്റെ റൂമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ പ്രിൻസിപ്പൾ സംസാരിക്കുകയാണ്, ദേവനോടാണ് സംസാരിക്കുന്നത്. സത്യാമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, അവർ വിചാരിച്ചാൽ 10 സ്കൂൾ തുറക്കാനായിട്ട് സാധിക്കും, അതേപോലെ സ്കൂൾ പൂട്ടിക്കാനും അപ്പോൾ അവർക്കൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യഭാമയും വിഷ്ണുവും കൂടി പ്രിൻസിപ്പലിൻ്റെ ക്യാബിനകത്തേക്ക് മുറിയിലേക്ക് കയറി വരുന്നത്. അന്നേരം പ്രിൻസിപ്പളാണ് ഇങ്ങനെ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് സത്യഭാമയെ കണ്ടിട്ട്. പക്ഷേ ദേവൻ എഴുന്നേൽക്കുന്നൊന്നുമില്ല, ദേവൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം സത്യയുടെ പേരൻ്റ് എവിടെ, വന്നിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പ്രിൻസിപ്പളാണെങ്കിൽ ഇങ്ങനെ ദേവനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സത്യയുടെ അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് സത്യയുടെ പാരൻ്റാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, അമ്മയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പാരൻ്റ് എന്ന് പറഞ്ഞാൽ അച്ഛനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ദേവന് എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ദേവനെ ശ്രദ്ധിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കണ്ണും ദേവൻ്റെ കണ്ണും ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. അച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നിങ്ങനെ അങ്ങ് തലയാട്ടുകയാണ് ദേവൻ. അന്നേരം വിഷ്ണു ഓർക്കുന്നുണ്ട്, അന്ന് രോഹിത്തുമായിട്ട് വന്നപ്പോൾ സ്കൂൾ വരാന്തയിൽ വെച്ച് വഴക്കുണ്ടാക്കിയതും മൊബൈൽ വീണപ്പോൾ എടുത്തു കൊടുത്തതും ഒക്കെ ഓർമ്മിക്കുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ മനസ്സിൽ എന്തോ ഒരു ആശങ്കയും സംശയവും ഒക്കെ പോലെ വിഷ്ണു ദേവനെ കുറേ നേരമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അമ്മയെ ഞാൻ പ്രതീക്ഷിച്ചത്, അമ്മ എവിടെ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ അവൾക്ക് ഒരു ജോലി തിരക്കുണ്ട് എന്നിങ്ങനെ ദേവൻ പറയുകയാണ്. അന്നേരം മക്കളുടെ കാര്യത്തിന് പോലും വരാൻ സാധിക്കില്ലേ, ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയല്ലേ. എൻ്റെ പപ്പിമോളാണെങ്കിൽ വീട്ടിന് പുറത്തെ ഗേറ്റിന് വെളിയിൽ വരെ ഒറ്റയ്ക്ക് പോകാനായിട്ട് അവൾക്ക് പേടിയാണ്. അങ്ങനെയുള്ള അവളെയാണ് നിങ്ങളുടെ മകൾ വിളിച്ചുകൊണ്ട് മീൻപാറയിലെ കൊടുംവനത്തിൽ പോയി ഒരു രാത്രി കഴിഞ്ഞു കൂട്ടിയത്. ഇനി എൻ്റെ മകളുടെ നേർക്ക് നിങ്ങളുടെ മകളുടെ ഒരു നിഴൽ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചറോട് പറയുന്നുണ്ട്, എൻ്റെ മകളെ സ്കൂൾ മാറ്റണം, ഫീസ് തന്നേക്ക് എന്നിങ്ങനെ പറയുകയാണ്. ദേവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമയെ തന്നെ. പ്രിൻസിപ്പൾ ഒരാകെ പേടിച്ച മട്ടില്ല.
അന്നേരം പറയുന്നുണ്ട് അത് സംസാരിക്കാനല്ലേ നമ്മൾ വന്നത് എന്നിങ്ങനെ പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ, അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ എനിക്ക് ഉറപ്പ് തരണം, ഇയാൾ ഉറപ്പ് തരണം, ഇവളുടെ കുട്ടി എൻ്റെ കുട്ടിയുമായിട്ട് കൂട്ടുകൂടാനും ഒന്നിനും പാടില്ല, ഒരു സഹകരണവും പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഇനി അങ്ങനെ ഉണ്ടാകാതെ നോക്കിക്കോളാം, ഒരബദ്ധം പറ്റിയതാണ്, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നിങ്ങനെ ദേവൻ താഴ്മയായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും കൊള്ളാം, ഈ സത്യഭാമ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നിങ്ങനെയൊക്കെ അങ്ങ് പറയുകയാണ്. തുടർന്ന് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, രണ്ടുപേരെയും ക്ലാസ്സിൽ മാറ്റി ഇരുത്തിയിട്ടുണ്ട്, അവർ സംസാരിക്കുകയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്നിങ്ങനെ പ്രിൻസിപ്പലിൻ്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുകയാണ്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് അറിയാമല്ലോ, ക്ലാസ്സിനകത്ത് കുട്ടികളെ നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്, പുറത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം, കുഞ്ഞായിപ്പോയി, ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടിയേനെ എന്നിങ്ങനെ സത്യയെക്കുറിച്ച് ഭാമ പറയുമ്പോൾ അമ്മ എന്നിങ്ങനെ വിഷ്ണു വിളിക്കുകയാണ്. അന്നേരം ദേവൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദേവൻ ആകാട് ദേഷ്യവും കലിയും ഒക്കെ വരുന്നുണ്ട്, പക്ഷേ സത്യഭാമയുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കുന്നില്ല. വിഷ്ണു ആണെങ്കിൽ അങ്ങ് ദയനീയമായിട്ട് ദേവനെ നോക്കുന്നുണ്ട്. ആ വിഷ്ണുവിൻ്റെ നിൽപ്പ് കണ്ടിട്ട് ദേവനും വിഷ്ണുവിൻ്റെ അവസ്ഥ മനസ്സിലാവുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, സത്യഭാമയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, സത്യഭാമ അങ്ങോട്ട് നേരിട്ട് ഇറങ്ങും, നിങ്ങളെല്ലാവരെയും നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പഞ്ച് ഡയലോഗുകൾ അങ്ങ് അഹങ്കാരത്തോടു കൂടി അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രിൻസിപ്പളും ദേവനും ഭാമയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അന്നേരം അങ്ങനെ ആയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വാടാന്ന് പറഞ്ഞിട്ട്, പുറത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിയോളാം, അകത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ അവിടെ നിന്ന് ആ ക്യാബിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ദേവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ദേവനെ ഒരു നിമിഷം നോക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ദേവൻ സാറിന് ഇപ്പോൾ സത്യം ആരാണെന്ന് പിടികിട്ടി കാണുമല്ലോ, പത്മിനിയുമായിട്ട് യാതൊരു കൂട്ടും പാടില്ല എന്ന് സത്യയെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്കും പ്രോബ്ലം ആണെന്നിങ്ങനെ പറയുമ്പോൾ ദേവൻ തല ഉലുക്കുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം മേഡം എന്ന്, മേഡം എന്നിങ്ങനെ ദേവനും പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും സത്യഭാമയൊക്കെ തിരിച്ചു പോകുന്നത് കാണിക്കുകയാണ്. അവൻ വണ്ടി ഓടിച്ച് വിഷ്ണു പോകുന്നുണ്ട്. ഭാമ ആകെ ദേഷ്യത്തിൽ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അതേസമയം ദേവനാണെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്നും ആകപ്പാട് ദേഷ്യത്തിൽ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ശാലിനി ഇരിക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഗ്ലാസിൻ്റെ ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോൾ ശാലിനി ഇറങ്ങുന്നുണ്ട്. അന്നേരം കഴിഞ്ഞു എന്നിങ്ങനെ ദേവനാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. തുടർന്ന് പറയുന്നുണ്ട്, കൂട്ടുകൂടല്, സംസാരിക്കല്, മിണ്ടരുത് എന്നൊക്കെയാണ് കുറേ നിബന്ധനകൾ. ഇതിലും ഭേദം സ്കൂൾ മാറ്റുന്നതായിരുന്നു, ആദ്യത്തെ ഒരു വിഷമം ഉണ്ടാകുമായിരുന്നുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അതെൻ്റെ ഒരു സ്വാർത്ഥ തന്നെയാണ്, പപ്പിയെ എൻ്റെ കൺവെട്ടത്ത് കാണുന്നത് എനിക്കൊരു ആശ്വാസമാണ് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം നിനക്കതൊരു ആശ്വാസമായിരിക്കും എൻ്റെ, പക്ഷേ സത്യാമ്മയ്ക്ക് അതൊരു ആനന്ദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരുടെ സങ്കടം കണ്ട് ആനന്ദിക്കുന്ന ഒരു സത്യാമ്മയാണ് ഞാനിപ്പോൾ കണ്ടത്. അവരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ നീ വരച്ച് കാട്ടിയ നിൻ്റെ അമ്മായിയമ്മയുടെ ചിത്രം അങ്ങനെയൊന്നും ആയിരുന്നില്ല. കരുണയും സ്നേഹവും ഒക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വാത്സല്യനിധിയായ ഒരു അമ്മയായിട്ടാണ് നീ പറഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. അവർക്ക് അവരുടെ കൊച്ചുമകളെ അങ്ങോട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് സ്കൂൾ മാറ്റാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരത് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? ഇത്രയും നാൾ അവരുടെ കൊച്ചുമകളോടൊപ്പം കൂട്ടുനൂട് കടന്ന സത്യമാണെങ്കിൽ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ശ്വാസം മുട്ടലും വീർപ്പ് മുട്ടലും ഒക്കെ അവർക്ക് കണ്ട് ആനന്ദിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല ദേവേട്ടാന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. നിൻ്റെയും വിഷ്ണുവിൻ്റെയും കാര്യത്തിലും അവരങ്ങനെയുള്ള വേദന ആനന്ദം തന്നെയാണ് അനുഭവിക്കുന്നത്. അവരത് കാണാൻ വേണ്ടി തന്നെയാണ് ജീവിക്കുന്നതുമൊക്കെ. മറ്റുള്ളവരുടെ വീർപ്പുമുട്ടലും സങ്കടമൊക്കെ കണ്ട് അവരങ്ങ് സന്തോഷിച്ച് നടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും നിങ്ങളൊക്കെ നിൻ്റെ അമ്മായിയമ്മയും നീയുമൊക്കെ ബഹുളാക്കുന്ന വേറൊരു കഥാപാത്രമുണ്ട്. നിനക്ക് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ കഥ പറയാനുണ്ടാകും. പക്ഷേ നിൻ്റെ കഴുത്തിൽ താഴെ കെട്ടിയൻ വിഷ്ണു, അയാളെയാണ് നിങ്ങൾ മണ്ടനാക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങൾ അടുത്തുണ്ടായിട്ടും തിരിച്ചറിയാൻ പോലും ആ പാവത്തിന് കഴിയുന്നില്ല. വാത്സല്യനിധിയായ ഒരച്ഛൻ്റെ സ്ഥാനം അയാൾക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആ കുട്ടികളോടൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളോ ഒക്കെ നിനക്ക് തിരിച്ചു നൽകാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ദേവൻ തുരുതുര ചോദിക്കുമ്പോൾ ശാലിനി അങ്ങ് സങ്കടപ്പെട്ട് കരഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം ദേവേട്ടാന്ന് വിളിക്കുമ്പോൾ സങ്കടം കൊണ്ടാണ് ശാലിനി ചോദിക്കുന്നത്, ആ പാവ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്നൊക്കെ വിഷ്ണുവിനെ പറ്റി ചോദിക്കുകയാണ്. വിഷ്ണുവിൻ്റെ അവസ്ഥയും ഒക്കെ കാണുമ്പോൾ വിഷ്ണുവിൻ്റെ സങ്കടം ഒരുപാട് ദേവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശാലിനിയോട് സംസാരിക്കുന്നത്. പക്ഷേ ശാലിനി തിരിച്ചൊന്നും പറയാതെ പോകാൻ ദേവേട്ട, എനിക്ക് ഓഫീസിലെത്തിയിട്ട് കുറച്ച് കാര്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് കാറിനകത്തേക്ക് കയറി അങ്ങ് കരഞ്ഞിരിക്കുകയാണ്. അന്നേരം ദേവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ശാലിനിക്ക് ഉത്തരമില്ല. അതുകൊണ്ട് തന്നെയാണ് ശാലിനി അവിടെ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നത്. തുടർന്ന് ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. പത്മിനിയും സത്യയും മാറ്റിയിരുത്തിട്ട് പപ്പിയാണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ്. മറു സൈഡിൽ ലാസ്റ്റ് ബെഞ്ചിൽ സത്യയും ഇരിക്കുന്നുണ്ട്. ടീച്ചർ അങ്ങ് പഠിപ്പിക്കുകയാണ്. മഴയെക്കുറിച്ചും മഴ പെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പപ്പിയാണെങ്കിൽ തിരിഞ്ഞിരുന്നങ്ങ് സത്യയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യ അതേപോലെ നോക്കി. ആകെ വിഷമമാണ് രണ്ടുപേരുടെയും മുഖത്ത്. അന്നേരം ടീച്ചർ പഠിപ്പിക്കുന്ന ഇടയ്ക്ക് ടീച്ചർ ഇങ്ങനെ നോക്കുമ്പോൾ കാണുകയാണ്. അന്നേരം പത്മിനി എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം നേരെ ഇരിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് നേരെ ഇരിക്കുന്നുണ്ട്.
തുടർന്ന് ബോർഡിൽ ടീച്ചറെ പഠിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ എഴുതുമ്പോഴും ഇവർ രണ്ടുപേരും വീണ്ടും ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. അന്നേരം ടീച്ചർ ശ്രദ്ധിച്ചിട്ട് പത്മിനി എന്ന് വിളിക്കുമ്പോൾ രണ്ടുപേരും എഴുന്നേൽക്കെന്ന് പറയുകയാണ്. തുടർന്ന് രണ്ടുപേരും എഴുന്നേൽക്കുമ്പോൾ മഴ എങ്ങോട്ടാണ് പെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം സത്യയോടാണ് ചോദിക്കുന്നത്. അന്നേരം അറിയില്ല ടീച്ചർ എന്ന് പറയുമ്പോൾ പത്മിനിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം മഴ പെയ്തില്ല ടീച്ചർ എന്നിങ്ങനെ പത്മിനി അങ്ങ് പറയുകയാണ്. അന്നേരം എല്ലാവരും അങ്ങ് ചിരിക്കുമ്പോൾ സൈലൻസ് എന്ന് പറഞ്ഞ് ടീച്ചർ ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് പഠിക്കാനാണെങ്കിൽ മാത്രം ക്ലാസ്സിൽ വന്നാൽ മതി, അല്ലാതെ വേറെ എന്തെങ്കിലും ഉഴപ്പാനൊക്കെയാണ് പരിപാടിയെങ്കിൽ ഇവിടെ വരണ്ട, എല്ലാത്തിനും ഞാൻ അടിച്ച് ശരിയാക്കും, ഏത് മജിസ്ട്രേറ്റിൻ്റെ മക്കളായാലും അതിനുള്ള പെർമിഷനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ബെല്ലടിക്കുന്നുണ്ട് ലഞ്ച് ബ്രേക്കിനുള്ള. അന്നേരം എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്ന് പറയുമ്പോൾ ടീച്ചർ അങ്ങ് മാറിപ്പോകുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഭക്ഷണവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സത്യയും പപ്പിയും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരേ സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. എന്നിട്ട് പക്ഷേ പരസ്പരം മിണ്ടുന്നില്ല, ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവരെ ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നും ടീച്ചർ വന്ന് മാറ്റിയിരുത്തും. പിന്നീട് കുട്ടികൾക്ക് ഭയങ്കര ആകെ അങ്ങ് വിഷമമാകും. പിന്നെ അടുത്ത എപ്പിസോഡിൽ ഇനി മധുശ്രീയുടെ വിവാഹാലോചനയുമായി വിജയകുമാർ വരുന്ന എപ്പിസോഡാണ്. അപ്പോൾ ഫോട്ടോയൊക്കെ കാണിക്കും, സത്യഭാമയ്ക്ക് ഇഷ്ടപ്പെടും, നിശ്ചയമൊക്കെ ഉറപ്പിക്കും. അതിനുശേഷമാണ് ശാലിനി സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. ഓക്കെ താങ്ക് യു.